ദൈവവചനം ഗ്രഹിക്കുവാൻ ദൈവസമയം നൽകി തരുവാനിടയായല്ലോ. ഒന്ന് നഷ്ടപ്പെടുത്തുമ്പോഴാണ് ഒന്ന് നേടുവാനിടയാകുന്നത്. സമാപിക്കാനിടയായി ഒന്ന് മരിക്കുമ്പോഴാണ് ഒന്ന് പുറത്തു വരുവാനിടയാകുന്നത്. കുറച്ചു മുമ്പേ കണ്ടഹാറിന് വേണ്ടി ഓറിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിടയായി. രാജേശ്വരർ ഓർപ്പിച്ച പോലെ ഗ്രഹാം സ്റ്റെയിൻസ് മരിക്കുമ്പോൾ അന്ന് കണ്ടഹാറിലെ 5000 ക്രിസ്ത്യാനികളാണ് ഉണ്ടായത്. ഇന്ന് ഈ സംഭവം നടക്കുമ്പോൾ 10 വർഷങ്ങളാകുന്നതിന് മുമ്പ് 5 ലക്ഷത്തിൽ അധികം ക്രിസ്ത്യാനികൾ ആ ജില്ലയിലുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരുപക്ഷെ നമ്മളുടെ ചിന്തകൾക്കും നമ്മുടെ കണക്കൂട്ടലുകൾക്കൊക്കെ അപ്പുറമായിട്ട് നിലനിൽക്കുവാനിടയാകുന്നു. ദൈവം പലപ്പോഴും നമ്മെ കടത്തിവിടുന്ന സ്ഥലങ്ങൾ, അനുഭവങ്ങൾ തിക്തമായി തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ ദൈവത്തിന് തൻ്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റപ്പെടുവാനിടയാകുന്നു. നമ്മൾ അറിയുന്നുണ്ട്, സഭയുടെ വളർച്ചയ്ക്ക് നിദാനമായി തീർന്ന ഒരു ഘടകം പീഡനങ്ങൾ തന്നെയായിരുന്നു. സഭ യഹൂദന്മാരുടെ നടുവിൽ മാത്രം നിലനിന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ജാതികളിലേക്ക് പോകുവാൻ കാരണമായതും പീഡനമായിരുന്നു. അങ്ങനെയാണ് വായിക്കുന്നവർ ചിതറിപ്പാർത്തടത്തൊക്കെ സഭകൾ ഉണ്ടാകുവാൻ, ഉടലെടുക്കുവാനിടയായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ രാത്രി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് തൻ്റെ പദ്ധതി നമ്മുടെ രാജ്യത്ത് ചെയ്യുവാനുണ്ട്, നമ്മുടെ സമൂഹത്തിൽ ചെയ്യുവാനുണ്ട്, നമ്മളിലൂടെ ദൈവത്തിന് ചെയ്യുവാനിടയുണ്ട്. അപ്പോൾ തന്നെ ആ ദൗത്യം മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരുപറ്റം ആളുകൾ നമുക്ക് ചുറ്റും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ചിന്തയിലേക്ക് കടന്നു വന്ന ഭാഗമാണ് ഈ രാത്രി നമ്മൾ ഒന്നിച്ച് പങ്കിടുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം, വളരെ പരിചിതമായ യേശുവിൻ്റെ പരീക്ഷണവുമായിട്ട് പരീക്ഷകൻ തൻ്റെ അടുക്കൽ വന്ന് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാനിടയായി തന്ന ഭാഗം. ആ ഭാഗം ഒന്ന് പുനർവായന നടത്തുവാൻ തയ്യാറായപ്പോൾ ചില ഭാഗത്തൊക്കെ എനിക്ക് എൻ്റെ മുഖങ്ങൾ തെളിയുന്ന പോലെ തോന്നുവാനിടയായി. അവിടെ ആദ്യത്തെ പരീക്ഷണമായിട്ട് കണ്ടെത്തുവാൻ കഴിയുന്നത്, അവന് ദോഷിച്ചതിന് ശേഷം വിശന്ന സമയത്ത് പരീക്ഷകൻ അടുത്ത് വന്ന് നീ ദൈവത്തിനെങ്കിൽ കല്ല് അപ്പമായി തീരുവാൻ, വളരെ ലെജിറ്റിമേറ്റായ ഒരു കാര്യമാണ് പറയുന്നത്. വിശന്നിരിക്കുന്ന ഒരുവന് അപ്പമല്ലാതെ അതിനേക്കാൾ പ്രധാനമുള്ള ഒന്നുണ്ടോ എന്ന് തോന്നില്ല. അതിൻ്റെ അടുക്കൽ വന്ന് വളരെ വിദഗ്ധമായിട്ട് നൽകി തരുന്ന ഒരു ഉപദേശമാണ്, എന്തിനാണ് വിശന്നിരിക്കുന്നത്, ഈ കല്ല് അപ്പമായി തീരല്ലോ. യഥാർത്ഥത്തിൽ യേശു അതിൻ്റെ പിൻപിലെ വസ്തുതയെ മനസ്സിലാക്കുവാനിടയായി തീർന്നു. അവിടെ ഒന്നാമത്തെ പ്രശ്നം പ്രയോറിറ്റി തന്നെയായിരുന്നു. എന്തിനാണ് മുൻഗണന കൊടുക്കുന്നത്? അപ്പത്തിനാണോ അതോ പിതാവിനാണോ മുൻഗണന കൊടുക്കുവാനിടയാകുന്നത്? പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തെറ്റിക്കുവാനിടയായിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ തെറ്റിച്ചിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയിക്കാറുണ്ട്. അപ്പമാണ് ഏറ്റവും മുഖ്യമായ വസ്തുതയായി തീരാറുണ്ട്. ദിവസം അർപ്പിച്ചപ്പോൾ അർപ്പിച്ചു, ഇവിടെ എല്ലാം വിജയവും കൂടുതൽ റിസൾട്ടുകളും പ്രതീക്ഷിക്കുന്ന ലോകം. എങ്ങനെ വെട്ടിപ്പിടിക്കാമെന്ന് നോക്കുന്ന ആളുകൾ, എങ്ങനെ കൂടുതൽ ഉണ്ടാക്കാമെന്ന് ശ്രമിക്കുന്ന ആളുകൾ, അവിടെ പലപ്പോഴും പ്രശ്നം അപ്പമായി തന്നെ തീരപ്പെടുവാനിടയാകാറുണ്ട്. അർപ്പിക്കട്ടെ, യേശു തൻ്റെ ആ പരീക്ഷണത്തിൽ തെളിയിക്കുവാനിടയായി തീർന്നത് പ്രയോറിറ്റി ഒരിക്കലും അപ്പത്തിനല്ല. അപ്പം രണ്ടാമത് നിൽക്കുന്ന കാര്യമാണ്, പിതാവിനാണ് പ്രാതിനിധ്യം കൊടുക്കുവാനിടയാകുന്നത്. അപ്പത്തേക്കാൾ വലുത് അപ്പൻ എന്നുള്ള ബന്ധമാണ്, അന്നത്തേക്കാൾ വലുത് അന്നദാതാവാണ് എന്നുള്ള ആ തിരിച്ചറിയൽ പലപ്പോഴും നമുക്ക് നഷ്ടമാകുവാനിടയാകാറുണ്ട്. അർപ്പിക്കട്ടെ, നമ്മുടെ സമൂഹം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ്. അപ്പത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, നേട്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, കൂടുതൽ കരുതി വെക്കുവാൻ, സ്വന്തമാക്കുവാൻ, എല്ലാ നിലകളിലും വർധനവുകൾ ആഗ്രഹിക്കുന്ന ഒരു ലോകത്തിൽ അർപ്പിക്കട്ടെ, ഈ രാത്രി നമ്മുടെ പ്രയോറിറ്റി ഏതാണ്, നമ്മുടെ മുൻഗണനാക്രമം എവിടെയാണെന്ന് നമുക്ക് തന്നെ വിചിന്തനം ചെയ്യുവാൻ, ഒപ്പം തന്നെ ഈ ദിവസങ്ങളിൽ അപ്പത്തേക്കാൾ വലുതായിട്ട് ദൈവത്തെ കാണുവാൻ കഴിയുന്ന, ദൈവത്തിന് മുൻഗണന കൊടുക്കുവാൻ കഴിയുന്ന ഒരു കൂട്ടം സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമ്മുടെ പ്രാർത്ഥനയുടെ
വിഷയങ്ങളിൽ ചിലത് അതായി തീരപ്പെടേണ്ട ഒരു സമയത്തേക്ക് എത്തിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇസ്രായേൽ മക്കളുടെ പരാജയം ശ്രദ്ധിച്ചാൽ അറിയാം. പരാജയങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടികകളിൽ ഒന്ന് അവർ അപ്പത്തിന് വേണ്ടി, ആഹാരത്തിന് വേണ്ടി പിറുപിറുത്ത ഭാഗങ്ങളാണ്. അറിയാം, അവർ പറയുന്നുണ്ട്, ഞങ്ങൾ അവിടെ ഇറച്ചിക്കലത്തിന്റെ അടിക്കലാണ് ഇരുന്നത്, ഞങ്ങൾക്ക് അവിടെ ചിറ്റുള്ളി ഉണ്ടായിരുന്നു, അവിടെ ഞങ്ങൾക്ക് മത്തങ്ങ ഉണ്ടായിരുന്നു, അവിടെ ഞങ്ങൾക്ക് ആഹാരം നിറയെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ മരുഭൂമിയിൽ ഞങ്ങൾക്ക് അപ്പമില്ല, ഞങ്ങൾക്ക് വെള്ളമില്ല, മരുഭൂമിയിൽ ഞങ്ങൾക്ക് ഇറച്ചിയില്ല. ശ്രദ്ധിക്കണമേ, അവരുടെ പരാതികൾ പലതും, അവരുടെ പിറുപിറുപ്പുകൾ പലതും ഈ അപ്പവുമായിട്ട് ബന്ധപ്പെട്ട, ആഹാരവുമായി ബന്ധപ്പെട്ട, ജീവിതത്തിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട, വിശപ്പുമായി ബന്ധപ്പെട്ടതായിരുന്നു. അപ്പോൾ തന്നെ അവർക്ക് രാത്രിയിൽ അഗ്നിസ്തംഭമായി നിന്ന, പകൽ മേഘസ്തംഭമായി നിന്ന അവരുടെ രക്ഷകനെ അവർ മറന്നു പോകുവാനിടയായിട്ടുണ്ട്. രാത്രി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാനിടയാകാം. ദൈവമേ, അപ്പത്തിന്റെ പിൻകാലെ പോകുന്ന ഒന്നല്ല, എൻ്റെ മുൻഗണന യേശുവിനായി കൊടുക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ മുൻഗണനകളും ദൈവത്തിനായിട്ട് അർപ്പിക്കുവാൻ, നേട്ടങ്ങൾക്കും സ്വന്തമായുള്ള സ്വരുക്കൂട്ടലുകൾക്കും അപ്പുറമായിട്ട് യേശുവിനെ കാണുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമ്മുടെ മുൻഗണനയിൽ യേശു തന്നെ ഒന്നാമതായി നിൽക്കുവാൻ കഴിയുന്ന, ദൈവ വേല വലുതായി കാണുവാൻ കഴിയുന്ന, ദൈവ ബന്ധം വലുതായി കാണപ്പെടുവാനിടയായി തീരുന്ന ഒരു വലിയ കാഴ്ചപ്പാട് നാം ഈ ദിവസങ്ങളിൽ സ്വായത്തമാക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക്. രണ്ടാമത്തെ പരീക്ഷയിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ കാണപ്പെടുവാനിടയായി തീരുന്നത്, അവനെ ഉയർന്ന ഒരു സ്ഥലത്ത് കൊണ്ടു നിർത്തിയിട്ട്, ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിർത്തിയിട്ട് അവനോട്, നീ ദൈവത്തിനെങ്കിൽ എന്ത് ചെയ്യാണ്, താഴോട്ട് ചാടിക്കൊള്ളുക. അതിനോട് വളരെ അനുബന്ധമായ, വളരെ അതിനോട് യോജിക്കുന്ന ഒരു വേദഭാഗം കൂടാണ് നൽകിക്കൊടുത്തിട്ട് പറയാണ്, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കാൻ അവൻ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുകയാണ്. ശ്രദ്ധിക്കണേ, ഇവിടുത്തെ അടുത്ത പ്രശ്നമായിട്ട് ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും യേശു അതിനെ മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. ഇവിടെ റിലേഷൻഷിപ്പാണ് കാര്യം. ഒന്നാമത്തേതിൽ മുൻഗണനയായിരുന്നു, പ്രയോറിറ്റി ആയിരുന്നു പ്രശ്നമെങ്കിൽ, രണ്ടാമത്തെ പരീക്ഷണത്തിലെത്തുമ്പോൾ റിലേഷൻഷിപ്പാണ് കാണുന്നത്. ഇവിടെ ആര് പറയുന്നതാണ് ഇവൻ കേൾക്കുവാൻ തയ്യാറാകുന്നത്? നീ ചാടിക്കോ എന്ന് പറയുമ്പോൾ ആരാ പറയുന്നത്? പിശാച് പറയുന്ന. പലപ്പോഴും നമുക്ക് പിശാച് പറഞ്ഞാലും വേണ്ടില്ല, ദൈവം പറഞ്ഞാലും വേണ്ടില്ല, ഒരു അത്ഭുതം കണ്ടാൽ മതി. ഇവിടെ യേശു തിരിച്ചറിഞ്ഞു, ഞാൻ പിതാവിന്റെ ബന്ധത്തിലല്ല ചുവടുകൾ വെക്കുവാൻ തുടങ്ങുന്നത്, പിതാവ് പറഞ്ഞതിന് വേണ്ടിയല്ല ഞാൻ ചാടുവാൻ തയ്യാറാകുന്നത്. നേരെ മറിച്ച് ഒരു അത്ഭുതം കാണുവാൻ ആഗ്രഹിക്കുന്ന, അത്ഭുതത്തിന് വില കൊടുക്കുന്ന ആളുകളുടെ മുമ്പിൽ എന്നെ വലുതാക്കുവാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ശ്രദ്ധിക്കണമേ, പലപ്പോഴും നമ്മുടെ ലോകത്തിൽ അത്ഭുതങ്ങൾക്ക് ഒത്തിരി സ്ഥാനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഉപദേശങ്ങൾക്കൊക്കെ സ്ഥാനം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും പുതിയ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ ഇവിടെ യേശു മനസ്സിലാക്കിയത്, ഞാനും എൻ്റെ പിതാവുമായുള്ള ബന്ധമാണ് വലുത്. പിതാവ് പറഞ്ഞാൽ ചാടാൻ തയ്യാറാ, പിതാവ് പറയുന്ന ചെയ്യുവാൻ തയ്യാറാ. പക്ഷേ അത് ഒരിക്കലും ഒരു മിറക്കിൾ കാണുവാൻ വേണ്ടിയല്ല, ഒരു അത്ഭുതം കാണുവാൻ വേണ്ടിയല്ല. റിലേഷനാണ് മിറക്കിളിനേക്കാൾ വലുതെന്ന് യേശു തിരിച്ചറിയുവാനിടയായി തീർന്നു. അത്ഭുതങ്ങൾ ആഗ്രഹിക്കുന്ന, അടയാളങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളുടെ മുമ്പിൽ എന്തൊക്കെയോ വലുതെന്ന് കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു യേശുവിനെ അല്ല, നേരെ മറിച്ച് അവിടെ പിതാവുമായുള്ള ബന്ധത്തിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന, പിതാവ് ഇച്ഛിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ബിഷപ്പിലൂടെ കടന്നു പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞ, പിതാവ് അയച്ചിട്ടാണ് ഈ മരുഭൂമികളിലൂടെ പോകുവാൻ തയ്യാറായതെന്ന് തിരിച്ചറിഞ്ഞ യേശു അവിടെ പിശാചിന്റെ അത്ഭുതങ്ങൾക്ക് വേണ്ടി നിന്നുകൊടുക്കലല്ലായിരുന്നു, നേരെ മറിച്ച് ബന്ധത്തിന്റെ ആ ഊഷ്മളത ഒരിക്കലും നഷ്ടമാക്കാതെ, ബന്ധത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്നിച്ച് പിതാവിനോട് നിൽക്കുവാൻ, പിതാവിന്റെ വാക്കിന് ചെവി കൊടുക്കുവാൻ, ആ ബന്ധം കാത്തു സൂക്ഷിക്കുവാൻ തയ്യാറാകുന്ന യേശുവിനെയാണ് കാണുവാനിടയാകുന്നത്. വേഗത്തിൽ ഞാൻ പോകാം. മൂന്നാമത്തെ ഭാഗത്ത് എത്തുമ്പോൾ അവിടെ ഓർപ്പിക്കാനിടയാകുന്നത്, നീ ഒന്ന് വീണ് നമസ്കരിച്ചാൽ നീയാ ഇത് മുഴുവൻ നിനക്ക് നൽകിത്തരാം. ഒറ്റ മിനിറ്റ് കൊണ്ട് വന്ന മുഴുവൻ ഉദ്ദേശവും
നേടിപ്പോകുവാൻ തയ്യാറാകുന്ന, സഹായിക്കുന്ന ഒരു ഉപദേശമാണ് ഇവിടെ നൽകി കൊടുക്കുവാൻ ഇടയാകുന്നത്. എന്ന് പറഞ്ഞാൽ